ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകസ്സിബാൻ. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്ന ചോദ്യമാണിത്. സൃഷ്ടാവിൻ്റെ ഏതൊരു അനുഗ്രഹത്തെയാണ് നിങ്ങൾക്ക് തള്ളിക്കളയാനാവുക? ദൈവാനുഗ്രഹത്തിൻ്റെ കലവറയാണ് സസ്യലതാദികളും അവയിൽ വിളയുന്ന പഴങ്ങളും. വിശുദ്ധ ഖുർആൻ പേരെടുത്തു പറഞ്ഞ് ശ്രദ്ധ ക്ഷണിച്ച ചില പഴങ്ങളും സസ്യങ്ങളുമുണ്ട്. അവയുടെ സാന്നിധ്യമൊരുക്കി അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ദുബൈയിലെ ഖുർആനിക് പാർക്ക്. ഖവാനിജിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഖുർആനിക് പാർക്ക് അടുത്തിടെയാണ് ദുബൈ നഗരസഭ സന്ദർശകർക്കായി തുറന്നുകൊടുത്തത്. ഇവിടേക്ക് ഇപ്പോൾ സന്ദർശനം സൗജന്യമാണ്. നമുക്ക് പാർക്കിലേക്ക് കടന്നു ചെല്ലാം. വിശുദ്ധ ഖുർആനിലും ഹദീസിലും പരാമർശിക്കപ്പെടുന്ന 54 സസ്യജാലങ്ങളുടെ സാന്നിധ്യമാണ് ഈ പാർക്കിനെ വ്യത്യസ്തമാക്കുന്നത്. ചോളം, കടുക്, ഉള്ളി, അത്തി തുടങ്ങി നിരവധി ചെടികൾ. വിവിധ സസ്യങ്ങളുടെ പേരിൽ പ്രത്യേകം തോട്ടങ്ങളായി തിരിച്ചാണ് ഈ പാർക്ക് സജ്ജീകരിച്ചിരിക്കുന്നത്. ഖുർആനിലും ബോട്ടണിയിലും ഗവേഷണം നടത്തുന്നവർ നിരവധിയായി ഖുർആനിക് പാർക്കിലേക്ക് കടന്നു വരുന്നുണ്ട്. I think so. There is more thing you just see it, and you can't imagine. Yeah, and just come here and you will see, and you will learn more. പാർക്കിലെ ചെടികളെക്കുറിച്ച ശാസ്ത്രീയ വിവരങ്ങളും ഖുർആനിലും ഹദീസിലും അവയെക്കുറിച്ച പരാമർശങ്ങളും അറിയാൻ ഈ സ്ക്രീനുകളിൽ വിരലമർത്തിയാൽ മതി. ഓരോ ചെടിയെക്കുറിച്ചും വിവരങ്ങൾ അറിയാം. ഇനിയൊരു ഗുഹയിലേക്ക് പോകാം. ഇത് അത്ഭുതങ്ങളുടെ ഗുഹ. പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട 7 വിസ്മയങ്ങൾ ചിത്രീകരിക്കുന്ന ഗുഹയാണിത്. ഖുർആനിക് പാർക്കിലെ ഏറ്റവും വിസ്മയകരമായ കാഴ്ചയും ഇത് തന്നെയാണ്. വിസ്മയങ്ങളുടെ ഗുഹയിലേക്ക് കയറാൻ നല്ല തിരക്കാണ്. ക്യൂവിൽ കാത്തുനിന്ന് വേണം അകത്ത് കയറാൻ. 5 ദിർഹത്തിന്റെ ടിക്കറ്റ് വെച്ച് ഇവിടേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട്. അകത്താദ്യം പ്രവാചകൻ സുലൈമാൻ നബിയും അദ്ദേഹത്തിന്റെ സന്ദേശവുമായി പുഴുകൊത്തി പക്ഷി ബൾക്കീസ് രാജ്ഞിക്കരികിലേക്ക് പറന്ന സംഭവം കാണാം. ഗുഹയിലെ ഇരുട്ടിൽ പ്രൊജക്ടർ ഉപയോഗിച്ചാണ് ഈ സംഭവങ്ങൾ വിവരിക്കുന്നത്. പ്രവാചകൻ ഈസാ നബി മരിച്ചയാളെ ഉയർത്തെഴുന്നേൽപ്പിച്ച സംഭവം. ബൈബിളും തോറയും ഖുർആനും പരാമർശിക്കുന്ന ഉസൈർ അലൈഹിസ്സലാമിന്റെ കഥ. അങ്ങനെ തുടങ്ങി പ്രവാചകൻ മുഹമ്മദ് നബി തന്റെ പ്രവാചകത്വം ചോദ്യം ചെയ്തവർക്ക് മുന്നിൽ ചന്ദ്രനെ 2ആയി പിളർത്തി കാണിച്ച സംഭവം വരെ ഈ ഗുഹയ്ക്കുള്ളിൽ കാണാം. നല്ല അടിപൊളിയായിരുന്നു. നല്ല കാണാനുണ്ട്. കുറച്ച് പുതിയ ടെക്നോളജീസ് ആണ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ ടെക്നോളജി കാണുന്നത്. നല്ല എക്സ്പീരിയൻസ്. ഇംഗ്ലീഷിലും കൂടി ഇത് വേണമായിരുന്നു ഡിസ്ക്രൈബ്. അടുത്ത ദിവസങ്ങളിൽ അറബി അറിയാത്തവർക്കായി ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ ലഭ്യമാക്കുന്ന സംവിധാനം ആരംഭിക്കുമെന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വിജ്ഞാന കേന്ദ്രം മാത്രമല്ല, വിനോദത്തിന്റെ കേന്ദ്രം കൂടിയാണ് ഖുർആനിക് പാർക്ക്. കുടുംബങ്ങൾ നിരവധിയാണ് ഇവിടേക്ക് എത്തുന്നത്. പാർക്കിലെ തടാകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. തടാകത്തിന് മധ്യത്തിലൂടെയാണ് മറ്റൊരു വശത്തെ ഗ്ലാസ് ഹൗസിലേക്കുള്ള വഴി. അകലെ നിന്ന് നോക്കിയാൽ തടാകം മുറിച്ച് ആളുകൾ വെള്ളത്തിലൂടെ കടന്നു പോകുന്നുവെന്നാണ് തോന്നുക.
സസ്യജാലങ്ങളെ സംരക്ഷിക്കുന്നതാണ് ഈ ഗ്ലാസ് ഹൗസ്. ഗ്ലാസ് ഹൗസിൽ പ്രവേശിക്കുന്നതിനും പ്രത്യേക ടിക്കറ്റ് എടുക്കണം. RTA നോൾ കാർഡ് ഉപയോഗിച്ചും പ്രവേശിക്കാം. കുടുംബവുമായി എത്തുന്നവരുടെ മനസ്സ് നിറയ്ക്കാനുള്ള കാഴ്ചകളുണ്ട് ഖുർആനിക് പാർക്കിൽ. ഇപ്പം റിനോവേഷൻ ചെയ്തപ്പോൾ ഒരുപാട് നല്ല കുറേ സ്ഥലങ്ങളുണ്ടാക്കി. കാണാൻ പറ്റിയ ഒരുപാട് അട്രാക്ഷൻസ് ഇവിടെ ഉണ്ട്. നമ്മളെ മനസ്സിനെ കുളിർപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. ഖുർആനിൽ എന്തെല്ലാം വൃക്ഷങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം പഴങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഏരിയ കൂടിയാണ്. ദുബൈ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് സായാഹ്നം ആസ്വദിക്കാവുന്ന ഇടമാണിത്. 60 ഹെക്ടർ വിസ്തൃതിയിൽ നിർമ്മിച്ച ഖുർആനിക് പാർക്കിൽ ജോഗിംഗ് ട്രാക്കും സൈക്ലിംഗ് ട്രാക്കും അടക്കമുള്ള സൗകര്യങ്ങളുണ്ട്. വിശ്രമിക്കാൻ നിരവധി ഇരിപ്പിടങ്ങളും. പാർക്കിൽ സദാ ഖുർആനിലെ അർ-റഹ്മാൻ അധ്യായം സ്പീക്കറുകളിൽ മുഴങ്ങുന്നുണ്ടാകും. മനുഷ്യരെ ദൈവാനുഗ്രഹങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട്.